അനുഭവിക്കുന്ന പ്രതിസന്ധികൾ എത്ര വലുതാണെങ്കിലും ഇരിക്കുന്ന ഇരിപ്പിൽ ശബ്ദമുയർത്തി സ്തോത്രത്തോടെ വിളിച്ചു പറയണം, എനിക്ക് വിരോധമായി ഉണ്ടാക്കുന്ന ഒരായുധവും ഫലപ്പെടുകയില്ല. എനിക്ക് വിപരീതമായി എഴുന്നേൽക്കുന്ന എല്ലാ നാവിനെയും ഞാൻ കുറ്റം വിധിക്കും. എൻ്റെ ദൈവത്താൽ ഞാൻ മതിൽ ചാടി കടക്കും. അവരുടെ കൈകളെ യുദ്ധത്തിനായി, എൻ്റെ വിരലുകളെ പോരിനായി അഭ്യസിപ്പിക്കുന്നു. പരിശുദ്ധാത്മാവിന് രാത്രി വചനം കേട്ടുകൊണ്ടിരിക്കുന്ന ദൈവമക്കളുടെ മുൻപ് ഞാൻ വിളിച്ചു പറയട്ടെ, നീ ഒഴുക്കിയ കണ്ണുനീരിനായിരിക്കും നീ കുടിച്ച വീഞ്ഞിനേക്കാൾ നിത്യതയിൽ പ്രതിഫലം ലഭിക്കുക. ഒരിക്കൽ കൂടെ ഞാൻ ആവർത്തിക്കട്ടെ, എൻ്റെ കൂടപ്പിറപ്പേ, എൻ്റെ പ്രിയപ്പെട്ടവളെ, പ്രിയപ്പെട്ടവനെ, ആത്മനിയോഗത്തോടെ പറയട്ടെ, നീ സഹിച്ചുകൊണ്ടിരിക്കുന്ന വേദനയുടെ അതേ മുള്ളുകൾക്കായിരിക്കും നീ അനുഭവിക്കുന്ന റോസാ പൂക്കളേക്കാൾ നിത്യതയിൽ പ്രതിഫലം ലഭിക്കുക. അങ്ങനെങ്കിൽ ഞാൻ സഹിക്കുന്ന പോരാട്ടത്തിൻ്റെ പുറകിൽ ഞാൻ ആരാധിക്കുന്ന എൻ്റെ ദൈവത്തിൻ്റെ കരം ഉയർന്നു നിൽക്കുന്നുവെന്നും അത് തൽക്കാലം തിന്മയാണെന്ന് തോന്നിയാലും ഒടുവിലത്തെ അധ്യായത്തിൽ എൻ്റെ ദൈവം നന്മയ്ക്കാക്കി മാറ്റുമെന്നും ബോധ്യം അകത്ത് ഭരിക്കുന്ന ദൈവമക്കൾ പറയണം, ഇതിൻ്റെ പുറകിൽ ചലിക്കുന്നത് മനുഷ്യൻ്റെ കരമല്ല, അത് മഹാദൈവത്തിൻ്റെ കരം തന്നെയാണ്.